السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖാണ് റഹ്മാനായ റബ്ബിൻ്റെ ദീന് പഠിക്കുക എന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചവർക്ക്, നന്മ ഉദ്ദേശിച്ചവർക്കാണ് പ്രിയപ്പെട്ടവരെ ദീന് പഠിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് റഹ്മാനായ റബ്ബിൻ്റെ ഭവനത്തിൽ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ചുള്ള ചർച്ച, മലായികത്തീങ്ങളുടെ സാന്നിധ്യം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് വേണ്ടിയും മലായികത്തീങ്ങൾ ഇസ്തിഗ്ഫാർ ഉരുവിടുന്ന ഈ ഒരു സന്ദർഭം, ആ ഒരു ഉത്തമ ബോധത്തോടുകൂടെ തന്നെയാകണം ഈ ഒരു ക്ലാസ്സിനെ നിങ്ങളെല്ലാവരും വീക്ഷിക്കേണ്ടത് എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, റഹ്മാനായ റബ്ബിൻ്റെ കലാമാണ് ഖുർആൻ എന്നുള്ളത്. ആ ഖുർആൻ നാം പഠിക്കുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാം ഉദ്ദേശിച്ചിട്ടുള്ളത് സൂറത്തുൽ ബഖറയാണ്. പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, ഏറ്റവും വലിയ സൂറത്ത്, അഅ്ലമു ആയ, ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ ആയത്തുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സൂറത്ത്. ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കടക്കാം. അതിന് മുന്നോടിയായിട്ട് ഖുർആൻ പഠിതാക്കൾ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാകണം ഒരു ഖുർആൻ പഠനത്തിലേക്ക്, ഒരു തഫ്സീർ പഠനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രവേശിക്കാൻ. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പഠനം നാളെ റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച സ്വർഗീയാരാമം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഖുർആൻ ക്ലാസ് നടന്നിട്ട് കുറേ കാലമായി, അതുകൊണ്ട് പുളിയാട്ടുകുളം ശാഖയിൽ ഖുർആൻ ക്ലാസ് നടക്കുന്നില്ല, അതുകൊണ്ടൊന്ന് തുടങ്ങിയേക്കാം. അങ്ങനത്തെ ചിന്തയിൽ നമ്മൾ ആരും പ്രിയപ്പെട്ടവരെ തുടങ്ങി വെക്കേണ്ടതുമില്ല, നമ്മൾ ആരും ഇവിടെ ഇരിക്കേണ്ടതുമില്ല. ഈ ഖുർആൻ നാളെ എനിക്ക് ശുപാർശകനായി കടന്നു വരും. ഇതെന്റെ ഖബറിൽ അൽ ഖുർആൻ ഹുജ്ജത്തുൽ ലക വ ഹുജ്ജത്തുൻ അലൈക, നിനക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഖുർആൻ കടന്നു വരും. എനിക്ക് നാളെ അനുകൂലമായിട്ട് ഈ ഖുർആൻ കടന്നു വരണം. നീ പാരായണം ചെയ്യുക, അവർത്തിൽ കമാതുറത്തിൽ, നീ ദുനിയാവിൽ പാരായണം ചെയ്തതുപോലെ നീ പാരായണം ചെയ്യുക. എന്നിട്ട് നീ സ്വർഗത്തിന്റെ ഓരോ ദർജകളും നീ കയറിക്കൊള്ളുക എന്ന് റഹ്മാനായ റബ്ബ് നൽകുന്ന സൗഭാഗ്യം നേടിയെടുക്കാനായിരിക്കണം പ്രിയപ്പെട്ടവരെ ഖുർആൻ നാം പഠിക്കേണ്ടത്. ഒന്നാമതായി പറയാനുള്ളത്, നമ്മുടെ നിയ്യത്ത് പരിശുദ്ധമാകണം എന്നുള്ളതാണ്. ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥങ്ങളുടെയും തുടക്കത്തിലുള്ള ഹദീസാണ് ഏത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിശ്ചയം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തനങ്ങൾ. റഹ്മാനായ റബ്ബ് സ്വീകരിക്കുക നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കേവലം എന്തെങ്കിലും ചെയ്യുക, കാട്ടിക്കൂട്ടുക എന്നുള്ളതിലുപരി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ സ്വീകാര്യമാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ എന്തു വേണം? നിയ്യത്ത് ശുദ്ധമാകണം, സ്വച്ഛമാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 3 വിഭാഗം ആളുകളെ പറയുന്നുണ്ട്. അതിലൊരു വിഭാഗം ആരെന്നറിയോ? വറജുലുൻ തഅല്ലമൽ ഇൽമ വഅല്ലമ വഖറഅൽ ഖുർആന. ഖുർആൻ പാരായണം ചെയ്തവനാ, അല്ലാഹുവിന്റെ ദീന് പഠിച്ചവനാ, പഠിപ്പിച്ചവനാ. അങ്ങനെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞ മുഴുവൻ സൗഭാഗ്യങ്ങളും, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന കാറ്റഗറിയിൽ ഉൾപ്പെടാൻ ഭാഗ്യം ലഭിച്ചൊരു വ്യക്തി നാളെ പരലോകത്ത് ആ വ്യക്തി കടന്നു വരുന്നുണ്ട്.
എന്നിട്ട് റഹ്മാനായ റബ്ബ് ചോദിക്കും, ഫമാ അമിൽത ഫീഹാ, ഈ ദുനിയാവില് ഈ സ്വർഗീയാരാമം നേടാം, എന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കാൻ വേണ്ടി നീ എന്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്? ഈ വ്യക്തി പറയുമെന്ന തഅല്ലംതുൽ ഇൽമ വഅല്ലമ വഖറഅതു ഫീക്കൽ ഖുർആൻ, പടച്ച റബ്ബേ ഞാൻ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട് നാഥാ, അല്ലാഹുവേ ഞാൻ ദീന് പഠിച്ചിട്ടുണ്ട് നാഥാ, ഞാൻ ദീന് പഠിപ്പിച്ചിട്ടുണ്ട് നാഥാ എന്നിങ്ങനെ പറയുമെന്ന. അപ്പൊ റഹ്മാനായ റബ്ബ് എന്താ പറയാന്നറിയാ വ്യക്തിയോട്? കദബ്ത, എടാ നീ പറഞ്ഞത് കളവാണ്. ഈ വ്യക്തി ഖുർആൻ ഓതാത്തത് കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി റമളാനിൽ ഖത്മുകൾ തീർക്കാത്തത് കൊണ്ടല്ല, ഈ വ്യക്തി ഖുർആനിന്റെ അധ്യാപനങ്ങൾ ഹിഫ്ളാക്കാത്തത് കൊണ്ടല്ല. ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടാ റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിന്റെ ബാക്കി ഭാഗം പറയുന്നത് എന്താണെന്നറിയോ? അവൻ പാരായണം ചെയ്തതൊക്കെ എന്തിനാ? ഓ നല്ല ഖിറാഅത്താണ് ട്ടോ, ഓ ഖുർആനൊക്കെ നല്ല ഇരുന്ന് പാരായണം ചെയ്യുന്നതാണ് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഖുർആൻ ക്ലാസ് അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ ഇതിങ്ങനെ തുടർന്നു പോകുമ്പോൾ നമ്മൾ വരുന്നത് നമുക്ക് വേണ്ടിയായിരിക്കണം, റഹ്മാനായ റബ്ബിന് വേണ്ടിയായിരിക്കണം, അള്ളാഹുവിന്റെ കലാമ് പഠിക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കണം. നാളെ നരകീയ തീ ഒന്നാമതായി സ്പർശിക്കുന്നവരെ പറ്റി പണ്ഡിതന്മാര് പറയുന്നുണ്ട്, അൽ ഉബ്ബാദുൽ മുറാഉ എന്ന, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നന്മകൾ ചെയ്തവർ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തത് ജിഹാദ് ചെയ്ത വ്യക്തിയാ. മൂന്നാമത്തത് സദഖ കൊടുത്ത വ്യക്തിയെ. അതിലേക്ക് വിശദീകരണം കടക്കുന്നില്ല, ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട് പറയണമെന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ഏത് കർമ്മവും റഹ്മാനായ റബ്ബ് സ്വീകരിക്കണമെങ്കിലുള്ള കണ്ടീഷനാണ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസ് ഉള്ളവരുടെ കർമ്മങ്ങൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ആ ഇഖ്ലാസ് കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ഏത് കർമ്മത്തിനും മാതാ ശിർക്കുൽ അസ്ഗർ, റിയാ കടന്നു വരരുതേ നാഥ എന്നൊരു പ്രാർത്ഥന പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാകണം. രണ്ടാമത്തത് പ്രതിഫലം നാം കൊതിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടല്ലോ, ഒരു പക്ഷേ ഏതെങ്കിലും ഒരു പോസ്റ്റർ കണ്ടിട്ടോ, ആരുടെയെങ്കിലും മെസ്സേജ് കണ്ടിട്ടോ, ആരുടെയെങ്കിലും കോളിലൂടെയോ ഒക്കെ ആയിരിക്കാം നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടാവുക, അല്ലെ? ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട്, വരണം. അതിലുപരി പ്രിയപ്പെട്ടവരെ 114 അധ്യായങ്ങളുള്ള അള്ളാഹുവിന്റെ ഖുർആൻ, ആ മുസ്ഹഫ്, ആ കലാമുള്ള, അത് പഠിക്കുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം ഉണ്ടല്ലോ, അത് നമ്മൾ ആഗ്രഹിക്കണം. ഖുർആൻ ക്ലാസ് എന്തായാലും നടക്കുന്നുണ്ട്, അവിടെ ഞാനും പോകാം അല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന വൽ ഹസനതു ബിഅശരി അംസാലിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചന എന്താണ്? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരു അക്ഷരം പാരായണം ചെയ്താൽ ഫലഹു ബിഹി ഹസന, അവന് പ്രതിഫലമുണ്ട്. ആ പ്രതിഫലത്തിന്റെ തോതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് പറയുന്നത്, അല്ലെ? ഇത് നമുക്ക് അറിയാത്ത ഹദീസല്ല, കേട്ടു പരിചയിച്ചതാണ്. ഒരു വേളയിൽ നമ്മൾ എല്ലാവരും പറഞ്ഞ ഒരു ഹദീസ് കൂടിയാണിത്. 10 ഇരട്ടി പ്രതിഫലമാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് ഉദാഹരണം പറഞ്ഞത് ഏതാ? നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ബഖറ, അല്ലെ? അലിഫ് ലാം മീം. ഇത് എടുത്തിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അലിഫ് ലാം മീം എന്നുള്ളത് എന്തല്ല, ഒരക്ഷരല്ല കേട്ടോ. മൈനൂട്ട് സെക്കൻഡുകൾ വേണോ പ്രിയപ്പെട്ടവരെ നമുക്കത് പാരായണം ചെയ്യാൻ? എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അലിഫ് എന്നുള്ളത് ഒരു അക്ഷര, 10 കിട്ടി. ലാം എന്നുള്ളത് ഒരു അക്ഷര, 10 കിട്ടി. മീം എന്നുള്ളത് ഒരു അക്ഷരമാണ് പ്രിയപ്പെട്ടവരെ, 10 അവിടെ ലഭിച്ചു. എത്രേ? 30. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മള് സൂറത്തുൽ ഇഖ്ലാസും ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുൽ ബഖറയും ഒക്കെ ഒന്ന് വിലയിരുത്തി നോക്കിയേ. എത്രയെത്ര ആയത്തുകൾ, എത്രയെത്ര അക്ഷരങ്ങൾ പ്രിയപ്പെട്ടവരെ അതിലുണ്ടാകും. സൂറത്തുൽ ഇഖ്ലാസിന്റെ ഓർമ്മയില് 47 അക്ഷരങ്ങളാണുള്ളത്. 47 അക്ഷരമുള്ള സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാല് അല്ലാഹു സുബ്ഹാനഹു വ തആല 470 പ്രതിഫലം നൽകിയില്ലേ? അങ്ങനെ സൂറത്തുൽ ബഖറയും ആലി ഇംറാനും നിസാഉം മാഇദയും അൻആമും അറാഫും അൻഫാലും തൗബയും യൂനസും ഹൂദും യൂസഫും റഅദും
അങ്ങനെ 114 സൂറത്തുകള് പ്രിയപ്പെട്ടവർ അക്ഷരം എണ്ണാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അത്രയും പ്രതിഫലം നമുക്ക് റഹ്മാനായ റബ്ബ് നൽകുന്നുണ്ട് അല്ലെ. റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്ന ഹദീസാണ് മൽഖാമ റമദാന ഈമാനം ഇഹ്തിസാബ അല്ലെ. ഈമാനോടുകൂടിയും ഇഹ്തിസാബ പ്രതിഫലേച്ഛയോടുകൂടി കിട്ടും. ആ പ്രതിഫലം ഇവിടെ കൊതിക്കണം നമ്മൾ. ഈ ഖുർആൻ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോ റഹ്മത്തിന്റെ മലായികത്ത് സദസ്സിലുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരിമാർ അല്ലെ, തിരക്കുകൾ മാറ്റിവെച്ച് വീട്ടിലെ പല പ്രയാസങ്ങൾക്കിടയിൽ വന്നിരിക്കുമ്പോ നമ്മുടെ ചിന്ത എന്താ അറിയോ? ഞാൻ എന്റെ കല്യാണങ്ങൾ ഒഴിവാക്കി, എന്റെ മറ്റു എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ഈ അള്ളാന്റെ ഭവനത്തിൽ വന്ന് ഈ ഖുർആൻ പാരായണത്തിന്, ഈ ഖുർആൻ പഠനത്തിന് ഞാനിരിക്കുമ്പോ എനിക്ക് എന്താ എന്റെ റബ്ബ് നൽകുന്നത്? ദുആഉൽ മലായിക അല്ലെ, മലക്കുകളുടെ പ്രാർത്ഥനയാ. അത് ഫീ മുജാബുൻ, അത് റഹ്മാനായ റബ്ബ് ഉത്തരം നൽകുമെന്ന് പറഞ്ഞ പ്രാർത്ഥന അതെനിക്ക് കിട്ടും. അതിലുപരി ഞാൻ പഠിക്കുന്ന ഓരോ അക്ഷരത്തിനും ഓരോ ആയത്തിനും എനിക്കതിന്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുമെന്നുള്ള ബോധവും ചിന്തയും പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഒന്ന് ഇഖ്ലാസ് ആണ്, രണ്ടാമത്തത് ഏതായിരുന്നു? രണ്ടാമത്തത് പ്രതിഫലം നാം കൊതിക്കണം. ഇത് വിജ്ഞാനവേദി ആവൂലോട്ടോളെ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ക്ലാസ് ആയതുകൊണ്ടാണ് ഒരു പ്രസംഗ രൂപത്തിൽ പോകുന്നത്. കുറച്ചൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, സംസാരിച്ച് തന്നെ മുന്നോട്ട് പോകണം, അല്ലാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ. മൂന്നാമത്തത് വുദൂ എടുക്കുക എന്നുള്ളതാണ്. ഖുർആൻ പാരായണത്തിലെ വാജിബാണ് എന്ന് നമുക്ക് പറയാൻ പണ്ഡിതന്മാര് പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ടവരെ. എങ്കിലും മുസ്തഹബ് തന്നെയാണ്, സുന്നത്താണ് ഖുർആൻ പാരായണത്തിന് മുന്നേ വുദൂ എടുക്കുക എന്നുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലെ വുദൂ എടുത്തുകൊണ്ടിരിക്കുക. ആ വുദൂ പൂർത്തിയായതിനു ശേഷമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാം മടക്കിയത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വുദൂ ഇല്ലാതെ അല്ലാഹുവിനെ ഓർക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വുദൂ ഇല്ലാതെ അല്ലാഹുവിനെ ഓർക്കുന്നത് വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത് എന്ന് പറയുമ്പോൾ ആ അല്ലാഹുവിനെ ഓർക്കലുണ്ട് അതില്. അതുപോലെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിഷയത്തില് നമുക്കൊരു പ്രത്യേക ശ്രദ്ധ വേണം. നമ്മൾ വുദൂ എടുക്കുക, എന്നിട്ട് പലപ്പോഴും കർമ്മ വിഷയങ്ങളിൽ വിശാലതകൾ കൈവരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ട്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അഖീദയുടെ വിഷയത്തിൽ വിശ്വാസ രംഗത്ത് കൊടുക്കുന്ന പ്രാധാന്യം പലപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കൊന്നും കൊടുക്കലില്ല. അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ നമുക്കറിയാം ഹൈലുകാരിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ, ഖുർആൻ ഓതൽ ഒരിക്കലും എന്തല്ല, ഹറാമല്ല. നമ്മൾ അങ്ങനെ ആരും പലപ്പോഴും നമ്മൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയി. നമുക്ക് ഹൈലുള്ള അശുദ്ധി കാലഘട്ടത്തില് ഖുർആൻ ഓതൽ ഹറാമാണ്. അങ്ങനെയല്ല. ഖുർആൻ മസ്സാണ് ഹറാം. ഖുർആൻ സ്പർശിക്കലാണ് എന്ത് അവിടെ ഹറാം എന്നുള്ളത്. മുസ്ഹഫ് സ്പർശിക്കലാണ് പ്രിയപ്പെട്ടവരെ അവിടെ ഹറാമായിട്ടുള്ളത്. ഖുർആൻ ഓതുന്നത് തെറ്റല്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഇളവുകളെ വളവുകളാക്കുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്, നമുക്കിടയിലൊക്കെ ഉണ്ട്. ഖുർആൻ ഓതുന്നതിൽ തെറ്റില്ല എന്ന് സാന്ദർഭികമായിട്ട് നാം മനസ്സിലാക്കുക. എന്നാൽ ജനാബത്തുകാരനാണെങ്കിൽ ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓതാൻ പാടില്ല എന്നും കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ നോക്കി ഓതുന്നതിൽ കുഴപ്പമില്ല, അല്ലാഹു ആലം. മൊബൈൽ നോക്കി ഓതുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ഖുർആൻ മറ്റെന്തെങ്കിലും വസ്തു കൊണ്ട് തൊട്ടിട്ട് എന്ത് ചെയ്യുന്നതിൽ എന്തില്ല, ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. ഹൈലുള്ളവരെ സംബന്ധിച്ചിടത്തോളം, അശുദ്ധി ഉള്ളവരെ സംബന്ധിച്ചിടത്തോളാണ് പറഞ്ഞത്, അല്ലാഹു ആലം. ഓക്കെ, മൂന്നാമത്തത് പല്ല് തേക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില സുന്നത്തുകളാണ്. പല്ല് തേക്കുക എന്നുള്ളത് സുന്നത്താണ്, പ്രതിഫലാർഹമാണ് എന്ന് നമുക്കറിയാം. മത്ഹറത്തുൽ ഇൽഫാ വമറവാത്തുൽ ലിറബ്ബ്, നിന്റെ വായക്കുള്ള ശുദ്ധീകരണവുമാണ്, റഹ്മാനായ റബ്ബിന്റെ പക്കൽ നിന്നുള്ള തൃപ്തി കരഗതമാക്കാൻ ഉപകരിക്കുന്നതുമാണ് എന്ത് പ്രിയപ്പെട്ടവരെ, പല്ല് തേക്കുക എന്നുള്ളത്. എന്നാൽ ആ പല്ല് തേക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലൗലാ നശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസമാവില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാകി മഅ കുല്ലി വുദൂ, എല്ലാ വുദൂവിനോടൊപ്പവും പല്ല് തേക്കൽ ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. നമുക്ക് പ്രയാസാകുമെന്ന് വിചാരിച്ചിട്ടാ, സുന്നത്ത് തന്നെയാണ് അല്ലെ, പ്രയാസാകുമെന്ന് വിചാരിച്ചത് ആ പല്ല് തേക്കുക എന്നുള്ളത് എന്ത് ചെയ്യണം,
നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസ, ഇന്നൽ അബ്ദ ഇദാ തസവ്വഖ സുമ്മ ഖാമ യുസല്ലി, ഒരു അടിമ എന്ത് ചെയ്തു? അവൻ പല്ല് തേച്ചു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നു. ഖാമൽ മലക്കു ഖൽഫ, അവന്റെ തൊട്ടുപിറകിൽ എന്തുണ്ട്? മലക്കുണ്ട്. യസ്തമിഉ ലിഖറാഅതിഹി, അവന്റെ ഖിറാഅത്ത്, അവന്റെ പാരായണം കേൾക്കാൻ. എന്നിട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന ഓരോ വാക്കുകളും ഫയദ്നു മിൻഹു ഹത്താ യൽഅഫാഉ അലാ ഫീഹി, മലക്ക് നമ്മോട് തൊട്ടടുത്ത് നിൽക്കുമെന്ന. ഫമാ യഖ്റുജു മിൻ ഫീഹി ശൈഉൻ മിനൽ ഖുർആൻ ഇല്ലാ സാറ ഫീ ജൗഫിൽ മലക്ക്, നമ്മൾ ഉരുവിടുന്ന ഓരോ ഖിറാഅത്തിന്റെ പദങ്ങളും അത് നേരെ മലക്കിലേക്കാണ് എത്തുക എന്നുള്ളതാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പല്ല് തേക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ആ ഒരു വിഷയത്തിൽ ഖുർആൻ പാരായണത്തിന് മുന്നേ ഒക്കെ ശ്രദ്ധിക്കണമെന്നും കൂടി ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പലപ്പോഴും നമുക്കൊക്കെ ഇല്ലാതായി പോകുന്ന, നമ്മളൊക്കെ ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ് പ്രിയപ്പെട്ടവരെ. എന്തായിരുന്നു? പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു അധ്യാപനം അല്ലെ? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, അനുഗ്രഹീതമായിട്ടുള്ള ആ ഗ്രന്ഥമത്ര ഇത് എന്ന് റഹ്മാനായ റബ്ബ് പറയാം. ഇതിന്റെ ഇറക്കി തന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുക. എന്തിനാണ്? ലിയദബ്ബറു ആയാതി, ഇതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി, ഉറ്റാലോചിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഫാത്തിഹയും അൽ ബഖറയും ആലി ഇംറാനും അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്തമായ സൂറത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ എത്രത്തോളം ഓരോ ആയത്തുകളെ കുറിച്ച് ഉറ്റാലോചിച്ചിട്ടുണ്ട്, എത്രത്തോളം ആ ആയത്തുകളെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടിയാ പ്രിയപ്പെട്ടവരെ തഫ്സീർ പഠനങ്ങൾ, അതിനുവേണ്ടിയാ പ്രിയപ്പെട്ടവരെ ഖുർആൻ പഠനങ്ങൾ. എത്ര ഗൗരവത്തോട് കൂടിയിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞതെന്നറിയോ? ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, ഖറഅത്തുൽ ഖുർആന കുല്ലഹ്, ഖുർആൻ മുഴുവൻ ഓതി, ഖുർആൻ മുഴുവൻ ഞാൻ ഓതി. ഒരു വ്യക്തി പറയുന്നതായിട്ട് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, താബിഈ പണ്ഡിതനാണ്. എന്നിട്ട് പറയാണ്, ഖുർആനി മാ യുറാ ലഹുൽ ഖുർആൻ ഫീ ഖുൽഖിൻ വലാ അമലിൻ, ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതോ സ്വഭാവ സംസ്കരണ രംഗത്ത് പാലിക്കേണ്ടതായിട്ടുള്ള ഒരു മര്യാദയും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഖുർആനിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നവരെ കുറിച്ച് ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാ, അവൻ ഓതിയിട്ടുണ്ടാകും, അവൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ചൊല്ലിയിട്ടുണ്ടാവും. പക്ഷേ റബ്ബേ, നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ എന്ന് ഉൾക്കൊള്ളാൻ അവനിത് പഠിച്ചില്ല. നരകത്തെ കുറിച്ച് കേട്ടു, അവൻ ആ ബോധമുണ്ടാകാൻ അതവന്റെ തദബ്ബുർ, ഉറ്റാലോചന നടത്തിയില്ല. സ്വർഗത്തിന്റെ സുന്ദരമായ കാഴ്ചകളെ കുറിച്ച് ഖുർആൻ പരാമർശിച്ചു, അത് ഉൾക്കൊണ്ടാൻ, അതൊന്ന് നുകരാൻ അവനെ ഇത് മനസ്സിലായില്ല. അപ്പൊ അങ്ങനെയുള്ള ഖിറാഅത്തുകൾക്കപ്പുറം പ്രിയപ്പെട്ടവരെ തദബ്ബുർ ഉണ്ടാകണമെന്നുള്ളതാണ് അല്ലെ? ആ തദബ്ബുറിനെ കുറിച്ചാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു നൽകിയത്. എത്രത്തോളം എന്നറിയോ? ഉലമാക്കൾ പറയാ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാ, ഇന്നാ സഉബ അലൈനാ ഹിഫ്ള അൽഫാദിൽ ഖുർആൻ, ഞങ്ങൾക്ക് ഖുർആനെ മനപ്പാടാക്കുക എന്നുള്ള കുറച്ചൊക്കെ പ്രയാസമായിരുന്നു, എന്നാൽ അത് അമലാക്കുക എന്നുള്ള വിഷയത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പറയാം, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്, ഖുർആൻ മനപ്പാടമാക്കാൻ ലളിതമാകും, തുരതുരാ ഹിഫ്ള് കോളേജുകളും മറ്റുമൊക്കെ ഉണ്ടാകും. പക്ഷെ അവര് അമലാക്കുന്ന വിഷയത്തിൽ അവർ പ്രയാസപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ആ ഒരു അവസ്ഥ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമുക്കിടയിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ രത്ന ചുരുക്കം. അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിറാഅത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം നിസ്കരിക്കുമായിരുന്നു അല്ലേ? ഫഖാല യഖ്റാ, അള്ളാഹുവിന്റെ റസൂൽ പാരായണം ചെയ്യുമായിരുന്നു. തുടർച്ചയായി കൊണ്ടാണ് റസൂലുള്ള പാരായണം ചെയ്തിരുന്നത്. ഇദാ മർറ ബി ആയത്തിൻ, ഒരു ആയത്ത് കടന്നു വരികയാണ്. എങ്ങനെയുള്ള ആയത്താണ്? ഫീഹാ തസ്ബീഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തേണ്ട ആയത്ത് കടന്നു വന്നാൽ അല്ലേ? ഓത്തിന്റെ ഇടയിൽ
അള്ളാഹുവിന്റെ പരിശുദ്ധ സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ട ആയത്ത് വന്നാൽ അള്ളാഹുവിന്റെ റസൂലെ സുബ്ഹാനല്ലാഹ് ചെല്ലുമായിരുന്നു. ഇനിയോ പ്രിയപ്പെട്ടവരെ, വഇദാ മർറ ബിസുആലിൻ സഅലാ, റഹ്മാനായ റബ്ബിനോട് കാവൽ ചോദിക്കേണ്ട, അള്ളാഹുവിനോട് അനുഗ്രഹം തേടേണ്ട സന്ദർഭങ്ങൾ, അത്തരം ആയത്തുകൾ കടന്നു വന്നാൽ അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുമായിരുന്നു? ചോദിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാ, വഇദാ മർറ ബിതഅവ്വുദിൻ തഅവ്വദ, ശരണം തേടേണ്ട സന്ദർഭങ്ങൾ കടന്നു വന്നാൽ, പിശാചിനെ കുറിച്ച് പറയുമ്പോ, ഇബ്ലീസിനെ കുറിച്ച് പറയുമ്പോ, നരകശിക്ഷയെ കുറിച്ച് പറയുമ്പോ അല്ലേ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശരണം തേടുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഖിറാഅത്തുകൾ എങ്ങനെയാ, നമ്മുടെ പാരായണങ്ങൾ എങ്ങനെയാ, പ്രത്യേകിച്ച് റമദാനിന്റെ ദിവസങ്ങളിലും ഖത്മ തീർക്കുന്ന രംഗത്തൊക്കെ അങ്ങനെ ഓതുന്നുണ്ടാവും. കുറച്ചുറങ്ങും, കുറച്ച് എണീക്കും, കുറച്ച് എവിടെയൊക്കെയോ പാരായണം ചെയ്യും. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. അങ്ങനെയുള്ള ഖിറാഅത്തുകൾക്കപ്പുറം അങ്ങനെ വേണ്ടതല്ല പറഞ്ഞത്, തദബ്ബുറോട് കൂടിയിട്ട് പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി നാം ഓതിയ ആയത്ത് എന്തായിരുന്നു? കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, ഇത് അനുഗ്രഹീതമായ ഗ്രന്ഥം, ബർക്കത്താക്കപ്പെട്ട ഗ്രന്ഥമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്, ഖുർആൻ ഓതിയാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുന്ന, അത് നമ്മൾ വെറുതെ ഓതിയൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ഖുർആൻ ഓതിയ ദിവസം അല്ലാത്ത ദിവസവും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഖുർആൻ ഓതുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയുന്ന രംഗത്ത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്ന വിഷയമുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹു പിടിച്ചെടുത്തതിനേക്കാൾ ഇസ്ലാമിക രാജ്യങ്ങൾ, പ്രവിശ്യകൾ പിടിച്ചെടുക്കാൻ, അത് ഇസ്ലാമിന്റെ ആക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞു എന്നുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തിന്റെ ബർക്കത്താണ്. അത്രയും ഖുർആൻ ഓതിയിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം കൊല്ലപ്പെടുന്നത്, ഷഹീദാകുന്നത് എങ്ങനെയാ പ്രിയപ്പെട്ടവരെ? ഇത്തരക്കാരുടെ അല്ലെ ഖവാരിജീങ്ങളുടെ ആ കുത്തേറ്റുകൊണ്ട് കൊല്ലപ്പെടുന്ന സമയത്തും മുസ്ഹഫ് തുറന്നു വെച്ചിട്ടാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുന്നത്. എത്ര നല്ല ഹുസ്നുൽ ഖാത്തിമയാണ് പ്രിയപ്പെട്ട, എത്ര നല്ല പര്യവസാനമാണ് ഖുർആൻ ഓതുന്ന സമയത്ത് മരണപ്പെടുക. എത്ര സുന്ദരമാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി പണ്ഡിതന്മാര് പറയുന്നതായിട്ട് കാണാം. അപ്പൊ തദബ്ബുറോട് കൂടിയിട്ട് പാരായണം ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിന്റെ മഅന അറിയണം, അല്ലെ? അർത്ഥം അറിയണം, ഇതിന്റെ സബബ് നുസൂലുകൾ, ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ അറിയണം, ഇതിന്റെ സന്ദർഭങ്ങൾ അറിയണം. അതിനാൽ നമ്മുടെ ഖുർആൻ പഠനങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെ തുടങ്ങുമ്പോ പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ പല തിരക്കുകളും വരും. നമുക്ക് ഒഴിച്ചാൽ കൂടാത്ത പല തിരക്കുകളും വരും. നമ്മുടെ ചിന്ത എന്താവണമെന്ന് അറിയോ? പടച്ചോനെ, ഈ തിരക്കുകളും മറ്റുമൊക്കെ എന്റെ ദുനിയാവ് വരെയുള്ളൂ, 60-70 വയസ്സ് വരെയുള്ളൂ. ഈ ഖുർആൻ പഠനം എത്ര 60-70 വർഷക്കാലത്തേക്കല്ല. നോക്കി നിങ്ങള്, 1500 വർഷം മുമ്പ് വഫാത്തായി പോയ, മരണപ്പെട്ടു പോയ സ്വഹാബത്ത് ഒന്നും ഖബറില്ല, അല്ലെ? അവരൊന്നും ഖബറില്ല. നമ്മൾ നാളെ മരണപ്പെട്ട ഖിയാമത്ത് നാൾ വരെ എത്ര വർഷം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ? ഖബറിലല്ലേ? 60-70-80 വർഷം ജീവിക്കാനുള്ള ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം പണിയെടുക്കലുണ്ട്, എത്രത്തോളം സമയം ചെലവഴിക്കലുണ്ട്, എത്രത്തോളം ടെൻഷൻ ഉണ്ടാവലുണ്ട്, എത്രത്തോളം സ്ട്രെസ് നാം അനുഭവിക്കലുണ്ട്. 2000 വർഷം കിടക്കാവുന്ന ഖബറിന് വേണ്ടി, 3000 വർഷം കിടക്കാവുന്ന അല്ലേ ആ വിചാരണയുടെ നാളിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഖുർആൻ പാരായണം. ആ ഖബറിൽ വെളിച്ചമേകാൻ, ആ വിചാരണയുടെ നാളിൽ അല്ലേ ഖുർആൻ ശഫാഅത്തായിട്ട് വരും. ഷഫീഅൻ ലി അസ്ഹാബി, അവന്റെ സഹാബിന് വേണ്ടി, അവന്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ശഫാഅത്തായിട്ട് വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ബോധ്യം, ആ ചിന്ത, ആ ഉത്തമ ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ തൊണ്ടക്കുയിന്ന് റൂഹ് റഹ്മാനായ റബ്ബ് പിടിച്ചെടുത്തിട്ടില്ല എങ്കിൽ ഖുർആൻ പഠനത്തിൽ ഞാൻ മുൻനിരയിൽ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനമെടുക്കുക. അപ്പൊ നമ്മുടെ ഈമാനും നമ്മുടെ നെയ്യത്തിനനുസരിച്ച് റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യും? അവിടെ എളുപ്പം പ്രദാനം ചെയ്യുന്ന. ഇപ്പോഴേ നമുക്ക് ചിന്ത പഠിച്ചറിഞ്ഞിപ്പോ എല്ലാ ചൊവ്വാഴ്ചയും എങ്ങനെ ഇപ്പൊ വരിക, കുട്ടികൾക്ക് പഠിക്കേണ്ട സമയമാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ കുടിസതേ ഉണ്ടാവുള്ളൂ. അന്നേരം ഇതിന് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വരും എന്നുള്ളൊരു തീരുമാനം എടുത്താൽ
ഇത് പഠിക്കാനാണ് എന്നൊരു ബോധ്യം ഉണ്ടായാൽ അള്ളാഹുവിന്റെ സഹായം, അള്ളാഹുവിന്റെ നസ്ർ അവിടെ ഉണ്ടാകുമെന്നുള്ളതിൽ പ്രിയപ്പെട്ടവരെ ഒരു സംശയവും ഇല്ല. മറ്റൊന്ന്, ഖുർആൻ ഓതി കേൾക്കുന്നവർ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? കേൾക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ ഖുർആന്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഖുർആൻ ക്ലാസ് എടുക്കുമ്പോൾ ഖുർആൻ പാരായണം ചെയ്യും, നമ്മൾ അന്തം വിട്ടിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ കിച്ചണില് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് കേൾക്കുന്നത് എന്ന നിലക്ക് എന്ത് ചെയ്യും? ഖുർആൻ ഇടും. നമ്മുടെ യാത്രയില്, നമ്മുടെ കാറിലും മറ്റുമൊക്കെ എന്ത് ചെയ്യും? ഖുർആൻ ഇടും. നമ്മളെല്ലാ നാട്ടുവർത്താനവും പറയുണ്ടാവും. നമ്മൾ കുടിയിരിക്കലിന് പോയതും കല്യാണത്തിന് പോയതും യാത്രയുടെ വിവരങ്ങളും പറയുന്നുണ്ടാവും. ഖുർആൻ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്ലേ ചെയ്യുന്നുണ്ടാവും. ഗൗരവമാ, തെറ്റാണ് പ്രിയപ്പെട്ടവരെ. ഖുർആനിനെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറഞ്ഞതാ, ഖുർആൻ എങ്ങാനും ഓതി കേൾപ്പിക്കപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഫസ്തമിഊ ലഹു, ശ്രദ്ധിച്ച് കേൾക്കണം. അറബിയില് സിമാ ഉണ്ട്, ഇസ്തിമാ ഉണ്ട്. സിമാ പറഞ്ഞ കേൾക്കുക, ഇസ്തിമാ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പൊ അള്ളാഹു പ്രയോഗിച്ച പ്രയോഗം എന്താ? ഫസ്തമിഊ ലഹു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. വഅൻസിതു, നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ് പ്രിയപ്പെട്ടവർ. ഇത് ഖുർആൻ കേൾക്കുന്ന രംഗത്ത് എന്ത് വേണം? നമുക്കൊരു ഈ ചിന്തയും ഈ ശ്രദ്ധയും നമുക്കുണ്ടാകണം. ഖുർആൻ കേൾക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെ? നമുക്ക് സംവിധാനങ്ങളുണ്ട്, ഏകാന്തമായിട്ട് പ്രിയപ്പെട്ട ഖുർആൻ കേൾക്കുക. വ്യത്യസ്ത ഖാരികളുടെ ഖിറാഅത്ത് കേൾക്കാം. ഇപ്പൊ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിൽ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എന്ത് ചെയ്യണം? എനിക്കൊന്ന് ഖുർആൻ ഓതി തരണം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആശ്ചര്യപ്പെട്ടു. യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക്, റസൂലേ നിങ്ങൾക്ക് ഞാൻ പാരായണം ചെയ്തു തരികയോ? താങ്കൾക്കല്ലേ വഅലൈക ഉൻസിൽ, താങ്കൾക്കല്ലേ റസൂലേ ഇറങ്ങിയത്, താങ്കൾക്ക് ഞാൻ പാരായണം ചെയ്തു തരികയോ? റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ കേട്ട് കരയുമായിരുന്നു. ഹസ്ബുക്, മതി അബ്ദുല്ലാ, മതിട്ടോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയായിരുന്നു. ആലോചിച്ച് നോക്കി നിങ്ങള്. അപ്പൊ ഖുർആൻ കേൾക്കണം പ്രിയപ്പെട്ടവരെ. അപ്പൊ ഈ ഖുർആൻ കേൾക്കുമ്പോ നമുക്കിത് എന്താന്ന് മനസ്സിലാവണല്ലോ. അതിനാണ് നമ്മുടെ ഖുർആൻ പാരായണം, ഖുർആൻ പഠനങ്ങൾ, ഈ ഇത്തരത്തിലുള്ള ഖുർആൻ ക്ലാസുകൾ പ്രിയപ്പെട്ടവരെ. ആ ഖുർആൻ നമ്മുടെ മനസ്സിന് എത്ര വലിയ ടെൻഷൻ ഉണ്ടെങ്കിലും ശിഫാഉൻ ലിമാ ഫി സുദൂർ, അല്ലേ? എന്റെ മനസ്സനുഭവിക്കുന്ന മുഴുവൻ രോഗങ്ങൾക്കും ശമനമാണ് ഖുർആൻ എന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത്. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ വലിയൊരു ആശ്വാസം ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥവും മാനയും പഠിച്ച് അതിന്റെ വിശദീകരണങ്ങളും പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ എത്ര വലിയ സുന്ദരമായിരിക്കും പ്രിയപ്പെട്ടവരെ. ഏഴാമത്തെ കാര്യം, ഖുർആന് മടുപ്പും അതുപോലെ തന്നെ ചടപ്പും വരുന്ന നേരത്ത് ഖുർആൻ ഓതാൻ നിൽക്കരുത്. നമ്മളെന്താ പറയാ? ക്ഷീണൊക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ ഓതിക്കളാതാ പറയാ. അത് പറ്റൂല. ഇത് നാട്ടുകാരെ വാക്കല്ല, റഹ്മാനായ റബ്ബിന്റെ കലാമാണ് പ്രിയപ്പെട്ടവരെ. അതിന് ആദരവ് കൊടുക്കണം, അതിനാ ബഹുമാനം കൊടുക്കണം, അതിനാ പവിത്രത കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ ഖാമ അഹദുകും മിനൽ ലൈൽ ഫസ്തഅജമൽ ഖുർആൻ അലാ ലിസാനിഹി ഫലം യദ്രി മാ യഖൂൽ ഫൽയൽതജി. എത്ര സുന്ദരമായ വാചകമാണ്. നിങ്ങൾ ആരെങ്കിലും രാത്രി എണീക്കാണ്, ഇദാ ഖാമ അഹദുകും മിനൽ ലൈൽ, ഖുർആൻ ഓതാൻ വേണ്ടി, തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രാത്രി നമസ്കരിക്കാൻ വേണ്ടി ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫലം യദ്രിമായപ്പോൾ, എന്താ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാത്ത അവസ്ഥ എന്ത് ചെയ്യരുത്, ഉണ്ടാകരുത്. നമ്മൾ ഇങ്ങനെ ഓതും, ഉറക്കം തൂങ്ങും, അല്ലെ? അത് ഗൗരവമാണ്. മടുപ്പും ചടപ്പും വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉമ്മമാരില്ലേ, ഉമ്മമാര് ഖുർആൻ ഇങ്ങനെ തുറന്നു വെക്കും. പ്രത്യേകിച്ച് വീട്ടിലെ പണിയും മറ്റുമൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ സമയത്താണ് ഖുർആൻ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ തൂങ്ങുന്ന കുറെ ഉമ്മമാരുണ്ടാവും. എന്നാലോചിച്ച് നോക്കിയേ, ഇത് ഗൗരവമാണ്. നമുക്ക് ഉറക്കം വന്നാൽ എന്ത് ചെയ്യണം? ഖുർആൻ മാറ്റി വെക്കണം. ഖുർആൻ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. പണ്ഡിതന്മാര് പറയാ, ഫിഹാദൽ ഹദീസി യുഖ്ബിറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, ഇദാ ഖാമൽ മുസ്ലിമു ലിസ്സലാത്തി നാഫില ഔ ലിതിലാവത്തിൽ ഖുർആൻ മിനൽ ലൈൽ, രാത്രിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി അവൻ എണീക്കുകയാണെങ്കിൽ അവന്റെ നാവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും?
കുടുക്ക് വന്നിട്ടുണ്ടാവും അല്ലെ, അവന്റെ നാവിൽ കുടുക്ക് വന്നിട്ടുണ്ടാവും. ഫലം യസ്തതിഅ യഖറഅ ഖിറാഅത്തൻ സഹീഹത്തൻ വാബിതത്തൻ ലിഅൽഫാദിഹി വമആനിഹി, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അതിന്റെ വാചകങ്ങൾ യഥാവിധി പാരായണം ചെയ്യാൻ ഒരുപക്ഷെ അവന് കഴിഞ്ഞോളണമെന്നില്ല. അവന്റെ മേൽ ഉറക്കം അധികരിച്ചേക്കാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഖുർആനിൽ തെറ്റുകൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഫഇദാ ഹദസ ദാലിക ഫൽയനം, അങ്ങനെ നിനക്ക് ഉറക്കം വരികയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? നീ ഉറങ്ങണം. നീ എന്ത് ചെയ്യണം? ഉറങ്ങണം. വലാ യുസല്ലി, നീ നമസ്കരിക്കാൻ പാടില്ല. വലാ യഖറഉ, നീ അന്നേരം ഖുർആൻ ഓതാൻ പാടില്ല. വഫി ഹാദിൽ ഹാലി വൽയസ്തരി ഹത്താ യർജിഅ ഇലാ നശാതിഹി, അവന്റെ പൂർണ്ണ ഉണർവിലേക്ക് വരുന്നവരെ അവൻ എന്ത് ചെയ്യട്ടെ? വിശ്രമിക്കട്ടെ എന്നാണ് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഇന്ന് എന്താ കിട്ടാന്നറിയാം? എപ്പോഴും ഉറങ്ങാന്നല്ല, അല്ലെങ്കിൽ എപ്പോഴും വിശ്രമിക്കാന്നല്ല. പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉറക്കം വരണമെങ്കിൽ 2 പേജ് ഖുർആൻ ഓതിയാ മതി എന്ന് പറയുന്നുണ്ട്. അതല്ല ഇവിടെ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ക്ഷീണം കൊണ്ട്, തളർച്ച കൊണ്ട് അല്ലേ, നമുക്ക് ഖുർആൻ ഓതുമ്പത്തിന് എന്ത് ചെയ്യാം? നിസ്കരിക്കുമ്പത്തിന് ഉറക്കം വരിക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കണം. അല്ലാഹുവിന്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, യഖറഉ നൗമ ഖബ്ല ഇശാഇ വൽ ഹദീസ ബഅദഹാ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് മുമ്പേയുള്ള ഉറക്കം അല്ലാഹുവിന്റെ റസൂല് വെറുത്തിരുന്നു എന്നാ. കാരണം എന്തേ? ഇശാ ജമാഅത്ത് നഷ്ടപ്പെടാൻ കാരണാവും. വൽ ഹദീസ ബഅദഹാ, ഇശാഇന് ശേഷമുള്ള സംസാരം, വെറുതെ സംസാരിച്ചിരിക്കുക, ഒരു കാര്യമില്ലാതെ വെറുതെ ഇങ്ങോട്ട് അല്ലേ. പലപ്പോഴും നമ്മുടെ ട്രെൻഡാണ് വെറുതെ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോകും. ഒരു കാര്യം ഉണ്ടാവില്ല, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്താൽ കൃത്യസമയത്ത് കഴിയും, പക്ഷെ അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകും 1 മണി വരെയും 12 മണി വരെയും. എന്നിട്ട് എന്ത് ചെയ്യും? സുബഹി ഉണ്ടാവൂല അവനിക്ക്. അത് തെറ്റാ പ്രിയപ്പെട്ടവരെ. അവനിക്ക് സുബഹിന്റെ മുന്നത്തെ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമം എന്ന് പറഞ്ഞ 2 റക്അത്ത് സുന്നത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവൂല. അവനെ ഈ രാത്രി ഉറക്കൊഴിച്ചാൽ മാത്രമേ അവനിക്ക് ഉണ്ടാവുള്ളൂ. പഠിച്ചവന്റെ അടുത്ത് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയോ? അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് വൽ ഹദീസ ബഅദഹാ, ഇശാന് ശേഷമുള്ള സംസാരം. എന്തേ? ഇതൊക്കെ നമ്മുടെ ഉറക്കത്തെ എന്ത് ചെയ്യാനാ? ഇവിടെ ക്ഷീണവും തളർച്ചയും ഇല്ലാതേക്കാനാ. ആദ്യഘട്ടത്തിൽ ഉറങ്ങുക, പിന്നീട് എണീക്കുക അല്ലേ. ഇത് സ്വഹാബത്തിന്റെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. ഉറങ്ങ്, വിശ്രമിക്ക്, അങ്ങനെയുള്ള പല ചരിത്രങ്ങളും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വെറുതെ സംസാരിച്ചിരുന്ന് നമ്മുടെ തളർച്ചയും ക്ഷീണവും കൂട്ടി രാവിലെ നമുക്കൊരു ഭാഗത്തും ചെയ്യാൻ കഴിയില്ല, ഒന്ന് ഖുർആൻ ഓതാൻ കഴിയില്ല, സുബഹി പോലും നേരാൻ വേണ്ടി എന്ത് ചെയ്യാൻ കഴിയില്ല? നമസ്കരിക്കാൻ കഴിയാത്ത അവസ്ഥ. അങ്ങനെ ഒരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഒരു വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്തില്ല? പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് വന്നില്ല എന്നുള്ളതാണ്. സുബഹി നമസ്കാരത്തിന് അദ്ദേഹം വന്നില്ല. അപ്പോ ഉമർ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ വീടിന്റെ അരികിലൂടെ പോയപ്പോ അദ്ദേഹത്തിന്റെ കുടുംബക്കാരിയെ കണ്ടു, ചോദിച്ചു എവിടെയാണ്? അപ്പൊ അദ്ദേഹം രാത്രി നമസ്കരിച്ചിട്ട് റസൂലേ, അദ്ദേഹം ഉറങ്ങിപ്പോയി. രാത്രി നമസ്കരിച്ച് ഉറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായ ഭാഷയിൽ ഗൗരവപൂർവ്വം സൂചിപ്പിച്ചു, രാത്രി മുഴുവൻ നമസ്കരിക്കുന്നതിനേക്കാൾ ഖൈർ 2 റക്അത്ത് ജമാഅത്തായിട്ട് സുബഹി നമസ്കരിക്കലാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. സാന്ദർഭികമായി ചേർത്തി പറഞ്ഞു എന്ന് മാത്രം. ഇനി എന്തായിരുന്നു? ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഇസ്തിആദത്ത് ചൊല്ലണം. എന്താ ഇസ്തിആദത്ത് എന്ന് പറഞ്ഞാല്? നമ്മൾ സാധാരണ ചൊല്ലുന്ന അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇത് പ്രത്യേകം പ്രിയപ്പെട്ടവരെ ഖുർആനിൽ വന്ന വിഷയമാണ് അല്ലേ. ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് എന്ത് ചെയ്യണം? നീ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അവനിൽ നിന്ന് ശരണം തേടണമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തു നഹ്ലിന്റെ 98-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യും. 10ാമത്തെ കാര്യം എന്നുള്ളത്, ഖുർആൻ ഓതാൻ പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ ഓതണം. ഇന്നെ കൊണ്ട് ഏതായാലും ഇത് ഓതാൻ കഴിയുന്നില്ല, ഇനിയിപ്പോ ഇത് പഠിച്ചാലൊന്നും എവിടെയും എത്തൂല, അങ്ങനെ നമ്മൾ പലരും അത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയിപ്പോ ഇത് പഠിച്ചിട്ട് എവിടെ എത്താനാ? പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് കിട്ടുന്നത് ഏതു പ്രായത്തിലാ? 40ാമത്തെ വയസ്സിലാണ് അല്ലെ. 40ാമത്തെ വയസ്സ് എന്നുള്ളത് നമ്മുടെ കേരളക്കരയുടെ സാഹചര്യം എടുത്തു നോക്കി നിങ്ങള്. മുട്ടിന് ചെറിയ ആ ഒരു തേമാനത്തിന്റെ തുടക്കം വരുന്ന സമയം, പ്രഷറിന്റെയും ഷുഗറിന്റെയും കൊളസ്ട്രോളിന്റെയും ഫാറ്റി ലിവറിന്റെയും ഒക്കെ
ആരംഭം കണ്ടു തുടങ്ങുന്ന ഒരു സമയം, ലോകത്തിന്റെ ഇങ്ങനെ തുടക്കം ഇങ്ങനെ വരുന്ന സമയമാണ്. ഈ പ്രായത്തിലാണ് ഓലിക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹു, അബൂ ഖുഹാഫ റളിയല്ലാഹു തആല ഇസ്ലാം സ്വീകരിക്കാൻ വരുന്ന രംഗം എങ്ങനെയാണെന്നറിയോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തോളിൽ കൈകളിട്ട് വലിച്ചയച്ചിട്ടായിരുന്നു. നല്ല രൂപത്തിൽ നടക്കാനും പോലും കഴിയാത്തൊരു അവസ്ഥയില് ആ ഒരു തോളിൽ കൈവച്ചിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരുന്നത്, ഇസ്ലാം സ്വീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അബൂ ഖുഹാഫ റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഉപദേശം എന്താ? അബൂ ഖുഹാഫ ഖുർആൻ പഠിക്കണം, അബൂ ഖുഹാഫ ഖുർആൻ പഠിക്കണം. പിന്നെ എന്ത് ന്യായമാ പ്രിയപ്പെട്ടവരെ? പ്രായമായി, താടി നരച്ചു, കാഴ്ചക്ക് പ്രശ്നമുണ്ട്, തിമിരുണ്ട്, മുട്ടുവേദനയുണ്ട്, തലതാഴ്ത്തിയാൽ വേദനയുണ്ട് എന്നൊക്കെ പറയുന്നതിൽ എന്ത് ന്യായം? ഒന്നുമില്ല. അതുകൊണ്ട് നമ്മളിത് പഠിച്ചാൽ റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിൽ പോകുമ്പോൾ അള്ളാന്റെ കലാമ് പഠിക്കാതെ പോയാലുള്ള അവസ്ഥയെ കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ടല്ലേ? തപ്പിപ്പിടിച്ചു ഓതുക, അവന് എത്ര പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞ് 2 പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മളിത് പഠിക്കുക. എന്ന് നമ്മൾ തപ്പിപ്പിടിക്കരുത്, നമ്മൾ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ എത്ര റഹ്മാനായ റബ്ബ് പ്രിയപ്പെട്ടവരെ, എത്ര വലിയ തൗഫീഖുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പക്ഷെ നമ്മളൊക്കെ പ്രശ്നം എന്താ അറിയോ? പെട്ടെന്നാണ് എടുക്കുന്നത്, പെട്ടെന്നാണ് പഠിക്കണം. ആ ഖുർആൻ ക്ലാസ്സിന് പോയിട്ട് ഒന്നും തിരിഞ്ഞില്ല, ഇനി അടുത്ത ആഴ്ച മുതൽ ഞാൻ പോണില്ല. അല്ലെങ്കിൽ ബക്കറയോ ആലിമ്രാൻ നിസാവൊക്കെ നമ്മൾ എന്നും ഓതുന്ന സുഹൃത്തിന് അങ്ങനെ പോകും. നിസാവും മാഹിദയും അന്നാമൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ സ്ലോ ആവും. അവിടുന്ന് ആറാഫും അൻഫാലും തൗബയൊക്കെ എത്തുമ്പോൾ ഒന്നും കൂടി സ്ലോ ആവും. പിന്നെ തൗബയും യൂനസൊക്കെ എന്താണ്? ഇന്നൊരു കണക്കാവലാണ്. അത് ഉണ്ടാവരുത് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ സമയമെടുക്കും, പഠിക്കാൻ സമയമെടുക്കും അല്ലെ? ഓരോ ആയത്തുകളും അള്ളാഹുവിന്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇറക്കിയിട്ട് സഹാബത്തെ ഹിഫ്ളാക്കിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളും ചരിത്രങ്ങളും എത്രയാ പ്രിയപ്പെട്ടവരെ. നിരക്ഷരനായ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഹിഫ്ളാക്കിയില്ലേ, സഹാബത്തെ ഹിഫ്ളാക്കിയില്ലേ? ഇത്ര സൗകര്യങ്ങളുണ്ടോ? ശീതീകരിച്ച റൂമുകളോ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഒന്നുമല്ല അവർക്ക് കിട്ടിയത്. അപ്പൊ അവരൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും പഠിക്കും. ന്യായങ്ങൾ പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ന്യായങ്ങൾ പറയാനുണ്ടാവും അല്ലെ? പ്രതിസന്ധികൾ പറഞ്ഞാൽ പ്രതിസന്ധികളെ പറയാനുണ്ടാവും. പരിഹാരങ്ങൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് പോകണം. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു കവിത പറയാൻ ആഗ്രഹിക്കുകയാണ്. അഖീലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ. അഖീ, സഹോദരാ, ലൻ തനാലൽ ഇൽമ, അറിവ് ഒരിക്കലും കരസ്ഥമാവൂലട്ടോ, അറിവൊരിക്കലും കിട്ടൂലട്ടോ. ഇല്ലാ ബിസിത്തത്തിൻ, 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ, 6 കാര്യങ്ങൾ കൊണ്ടല്ലാതെ അറിവ് നിനക്ക് കിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ബുദ്ധി വേണം. അള്ളാന്റെ തൗഫീഖ് കൊണ്ട് പ്രിയപ്പെട്ട നമ്മളൊക്കെ ബുദ്ധിയുള്ളവരാണ്. നമുക്ക് തോന്നാ ഇല്ല എന്നുള്ളത്. നമ്മൾ എത്ര തേങ്ങന്റെ കണക്ക് പറയാൻ നമുക്ക് പ്രയാസമുണ്ടോ? മനക്കണക്ക് കൂട്ടാൻ നമുക്ക് പ്രയാസമുണ്ടോ? ഒന്നുമില്ല. പ്രത്യേകിച്ച് കുറച്ചൊക്കെ പ്രായമായ ആൾക്കാരെ മനസ്സിലിട്ട് എത്ര വലിയ സംഖ്യമാണെങ്കിലും അവർ കൂട്ടും. നമ്മൾ ചിന്തിച്ചാൽ നടക്കൂല. ഖുർആൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഖുർആൻ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എളുപ്പമാണ്. അത് എളുപ്പമാണെന്ന് അള്ളാഹ് പറഞ്ഞതാ, സിട്ടാവ് പറഞ്ഞതാ. പിന്നെ അത് കുടിസുണ്ടാവൂല, അത് ഇടങ്ങേറുണ്ടാവൂല. വേണം, ഹിർസ് വേണം, താല്പര്യം വേണം. ആവേശ കമ്മിറ്റിക്കാരാവരുത് നമ്മള്. ഒന്നാമത്തെ ക്ലാസ്സിന് ഒന്ന് തുടങ്ങി വെച്ചു, പിന്നെ നമ്മൾ അടുത്ത ആഴ്ച മുതൽ കാണാത്ത അവസ്ഥ. അതുകൊണ്ട് നമുക്ക് ഇൽമു കിട്ടൂല പ്രിയപ്പെട്ടവരെ. ഹിർസ് വേണം, വജ്തിഹാദുൻ, കഠിന പരിശ്രമം വേണം. ഇതിങ്ങട്ട് ക്ലാസ് കഴിഞ്ഞു, ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ എടുക്കുമ്പോ ഇവിടുന്ന് ഇങ്ങനെ കേട്ടു, സെമിഅന വാതൈന, കേട്ടു അനുസരിച്ച് തറക്കിന, ഇവിടുന്ന് പോയപ്പോ ഉപേക്ഷിച്ചു. അത് നടക്കൂല. പോയിട്ട് ഖുർആൻ ഓതേണ്ടി വരും, അതിന്റെ തഫ്സീർ ഒന്ന് വായിച്ചു നോക്കേണ്ടി വരും അല്ലെ? അതിലെ അമലാക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അമലാക്കേണ്ടി വരും. അങ്ങനെ പ്രിയപ്പെട്ടവരെ പഠിച്ചു പോകുമ്പോ നമ്മൾ മരണപ്പെട്ട് റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിൽ പോയിട്ട് ഫമാ അമിൽത, നീ എന്താണോ ചെയ്തു എന്ന് പറയുമ്പോ, പഠിച്ചോനെ ഖുർആൻ പഠിച്ചു ഞാന്, അല്ലാഹുവേ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി റബ്ബേ, ഇത് അമലാക്കുന്നതാ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവരെ ആ സൗഭാഗ്യവാന്മാരിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹബത്ത് ഉസ്താദ്, ഒരു ഉസ്താദിനോടുള്ള സുഹബത്ത്, കുറച്ച് നീണ്ട കാലം ഉണ്ടാവും. പെട്ടെന്ന് ക്യാപ്സൂൾ അല്ലത്,
അങ്ങോട്ടാണ് പെട്ടെന്ന് തന്നെ ഒരു സൂറത്ത് പഠിക്കുക, മുഴുവൻ കാണാതെ പഠിക്കുക, മുഴുവൻ അർത്ഥം മനസ്സിലാവുക. അങ്ങനല്ല, ഒരു സമാൻ കുറച്ച് കാലൊക്കെ എടുക്കും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് പഠിച്ച് മുന്നോട്ട് പോയാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ റഹ്മാനായ റബ്ബിന്റെ സന്നിധിയിൽ വിരല് കടിക്കുന്നവരായി മാറില്ല എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, നഹദൽ ഖുർആന, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്ത് എന്തായിരുന്നു? മഹ്ജൂറ എന്ന് പറഞ്ഞില്ലേ? ആ ഖുർആനിനെ അവഗണിക്കുകയാണ്. ഖുർആനെ അതെ 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 മഹ്ജൂറ, ആ ഖുർആനിനെ അവഗണിക്കുകയാണ്. എന്താ ഈ അവഗണിക്കുക എന്നുള്ളതിന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അത് കൃത്യമായി പ്രിയപ്പെട്ടവരെ വിശദീകരിച്ചിരുന്നുണ്ട്. എന്താണ് ഈ ഖുർആനെ അവഗണിക്കുക എന്ന് പറഞ്ഞല്ലോ, എന്താണ് അത് എന്നുള്ളത് നമുക്ക് ആ കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിൽ ചെയ്യാം, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. ഓക്കെ, ഒന്ന് ഹജ്റു സമാഇഹി വൽ ഈമാനി ബിഹി വൽ ഇസ്ഗാഇ ഇലൈഹി. എന്തായിരുന്നു പ്രിയപ്പെട്ടവർ അതിന്റെ അർത്ഥം? ഖുർആൻ കേൾക്കാതിരിക്കുക. മറ്റു പലതും കേൾക്കുന്നുണ്ടാവും, ഖുർആൻ എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. നമ്മൾ ആലോചിക്കാം, ഹാസിബോ ഖബല അൻ തുഹാസബോ. നമ്മളൊന്ന് സ്വയം വിചാരണ ചെയ്യാം. ഞാൻ എന്നോട് കുറച്ചോനെ, ഞാൻ ഈ ദിവസത്തെ ഖുർആൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവേ ഈ ദിവസം എനിക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലാഹ്? നമ്മൾ എന്ത് ചെയ്യുക? സ്വയം ഒന്ന് വിചാരണ ചെയ്യുക. നമ്മൾ മുസ്ലിമീങ്ങളാണ്. അതിലുപരി പ്രിയപ്പെട്ടവരെ അഹ്ലുസുന്നയുടെ ആളുകളാ, സലഫികളാണോ? അള്ളാഹു ഹിദായത്ത് തന്നവരാണോ? നമ്മളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിച്ചു നോക്കുക. കുറച്ചോനെ ആ ഖുർആൻ എനിക്ക് ഇന്ന് ഓതാൻ, ഇന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് ഓതാൻ അല്ലെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്ത് ഓതാൻ 2 പേജിന്റെ ഓതാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തിരുത്തണം. ആ ഖുർആൻ ഒന്ന് കേൾക്കാൻ, അതുപോലെ തന്നെ അതിനെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെയില്ല, ആ ഖുർആൻ കേൾക്കുന്നില്ല, അവൻ അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ അവൻ ഖുർആനിനെ അവഗണിക്കുന്നവനാണ് എന്ന് ശൈഖുൽ ഇസ്ലാം എന്നറിയപ്പെട്ട ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരികയാണ്. രണ്ടാമത്തെ എന്താണ് പ്രിയപ്പെട്ടവരെ? ഹജ്റുൽ അമലി ബിഹി വൽ വുഖൂഫ് ഇൻദ ഹലാലിഹി വ ഹറാമിഹി. ഇത് ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അമലാക്കാൻ അല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. അത് അമലാക്കാൻ അവൻ തയ്യാറല്ല. ഖുർആനിനെ പറ്റി നിങ്ങൾ തദബ്ബുർ ചെയ്യണം, അത് അമലാക്കാൻ അവൻ തയ്യാറല്ല. സകാത്തിനെ കുറിച്ച് പറഞ്ഞു, വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ, പല മുആമലാത്തുകളെ കുറിച്ച് പറഞ്ഞു. അതൊന്നും എന്ത് ചെയ്യല്ല, അവൻ അമലാക്കാൻ തയ്യാറല്ല. അവൻ കേൾക്കണൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഖുർആൻ അനുസരിച്ച് ഹലാമും ഹറാമും അതിനനുസരിച്ച് ജീവിതത്തിന് പ്രാവർത്തികമാക്കാനും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനും അവൻ തയ്യാറല്ല. അങ്ങനെയുള്ളവൻ ഖുർആനിനെ അവഗണിച്ചവനാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ നോക്കിയ നിങ്ങൾ, ഹജ്റു തഹ്കീമിഹി വതഹാകുമി ഇലൈഹി എന്നുള്ളതാ. എന്താണ്? ഖുർആൻ അടിസ്ഥാനമാക്കി അല്ലെ, ആധികാരികമായിട്ടുള്ള ആ വിധികൾ അത് എടുക്കാതിരിക്കുക. അതിന്റെ വിധികൾ, ഖുർആൻ പറഞ്ഞ കാര്യങ്ങൾ മൂലം എന്ത് ചെയ്യുന്നില്ല? എടുക്കണില്ല. അത്തരം വിഷയങ്ങളിലുള്ള വിധി തീർപ്പാക്കലൊന്നും അംഗീകരിക്കാതിരിക്കുക. ഇനിയൊക്കെ നമ്മളൊക്കെ ഏറ്റവും ഗൗരവം നമ്മുടെയൊക്കെ ജീവിതത്തിന് ദിനേന വരുന്ന പ്രിയപ്പെട്ടവരെ സാധാരണഗതിയിൽ വരുന്ന കാര്യമാണ് ഹജ്റു തദബ്ബുരിഹി വതഫഹുമിഹി വമഅരിഫതി മഖാസിദിഹി എന്നുള്ളതാണ്. എത്ര ഗൗരവമാണ്! ഖുർആനിന്റെ അർത്ഥത്തിൽ ചിന്തയില്ല അവനിക്ക്, അതിന്റെ തത്വങ്ങൾ ഉൾക്കൊള്ളാനോ അതിന്റെ മാനകൾ മനസ്സിലാക്കാനോ അതിന്റെ ലക്ഷ്യങ്ങൾ ഉൾക്കൊള്ളാനോ അവൻ തയ്യാറായിട്ടില്ല. തദബ്ബുറില്ല. ഖുർആനിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. അതൊന്നും മനസ്സിലാക്കണം എന്നുള്ള ചിന്ത എനിക്കില്ല. ഞാൻ ഇപ്പൊ പഠിച്ചതുകൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ മതി എന്നുള്ള ചിന്ത, അത് ഖുർആനിനെ അവഗണിക്കലാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പ്രിയപ്പെട്ടവരെ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചു തരികയാണ്. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കിയേ, ഹജ്റുൽ ഇസ്തിശ്ഫാഇ വത്തദാവി ബിഹി ഫീ അംറാദിൽ ഖുലൂബ്. ഖുർആൻ മനസ്സിന്റെ രോഗങ്ങൾക്ക് ശമനമാണ് എന്ന ബോധ്യമില്ലാതെ അവനതൊന്നും ഉപയോഗിച്ച് ടെൻഷൻ ഉണ്ടോ? ഏതെങ്കിലും സൈക്കാട്രി, ഏതെങ്കിലും മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ അടുത്തേക്ക് പോകും, ഖുർആനൊന്ന് കേൾക്കാം, ഖുർആനൊന്ന് പാരായണം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്തിട്ടില്ല? ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ അല്ലേ, മൗഇദത്തുൽ ലിറബ്ബികും വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. അതെ, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ. നോക്കിയേ നിങ്ങൾ, ഷിഫാഉൽ ലിമാ ഫിസ് സുദൂർ, ഷിഫാ ആണ്. അതെന്താണ്?
രോഗശമനമാണ്. ഇത് ഉൾക്കൊണ്ടിട്ടില്ല. അത് ഖുർആനിന്റെ വിഷയത്തിലുള്ള അവഗണനയാണ് എന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കണം. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞൊരു വിഷയമാണിത്, ഈ ഖുർആൻ പഠിക്കുക എന്നത്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടാൻ ആർക്കാ കഴിയുക? ഇൽമു പഠിച്ചിരിക്കുക. നമ്മള് വലിയ വലിയ ഗ്രന്ഥങ്ങളല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ ഖുർആൻ പഠിക്കുക, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനം. നമുക്ക് അവസരമുണ്ട്. നാളെ പരലോകത്ത് കുറച്ച് ചോദിക്കുന്ന അലം നുസിഹ ലക ജിസ്മക, എടോ നിനക്ക് ആരോഗ്യം നൽകിയില്ലേ എന്ന് പടച്ചറബ് ചോദിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. ഏതായാലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. ഒരു വിജ്ഞാനവേദി അല്ല എന്ന നിലക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവാനും ഇത് പഠിച്ച് മുന്നോട്ട് പോകാനും കൂടിയാണ്. നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ഏതായിരുന്നു? എന്താ നമ്മൾ ഒന്നാമതായി പറഞ്ഞത്? നെയ്യത്തും അല്ലെ ഇഖ്ലാസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ഇഖ്ലാസ് ആണ് ഏതൊരു കർമ്മത്തിന്റെയും അടിസ്ഥാനം. നാളെ ഖുർആൻ പാരായണം ചെയ്ത വ്യക്തി നാളെ പരലോകത്ത് കടന്നു വന്ന് അവന്റെ കർമ്മങ്ങളൊന്നും ഉപകരിക്കാത്തൊരവസ്ഥ. ആ ഒരു വിഷയം നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ഏത് കർമ്മവും റഹ്മാനായ റബ്ബ് സ്വീകരിക്കാനുള്ള മാനദണ്ഡമാണ് ഇഖ്ലാസ് എന്നുള്ളത്. ഒരു കർമ്മം സ്വീകരിക്കണമെങ്കിൽ രണ്ട് മാനദണ്ഡമാണ്. ഒന്ന് ഇഖ്ലാസ് ആണ്, രണ്ടാമത് മുതാബഅത്തു റസൂലാണ്. മുതാബഅത്തു റസൂൽ എന്താ? അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെയാണ് നാം ചെയ്യുന്നത്, അല്ലെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാം ഓതിക്കൊടുത്തതുപോലെ, ജിബ്രീൽ അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് ഓതിക്കൊടുത്തതുപോലെ നമുക്ക് നമ്മൾ തോന്നിയ പോലെയാണോ ഖുർആൻ ഓതുന്നത്? അല്ല. നമ്മൾ നമസ്കരിക്കുന്നത് എങ്ങനെയാ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, അല്ലേ? നമ്മൾ ഹജ്ജ് ചെയ്യുന്നത് എങ്ങനെയാ? ഉംറ ചെയ്യുന്നത് എങ്ങനെയാ? സകാത്ത് കൊടുക്കുന്നത് എങ്ങനെയാ? ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കിയിട്ടാണ്. ഇതൊരു കർമ്മം സ്വീകരിക്കാനുള്ള രണ്ട് നിബന്ധനകളാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് എന്താ? പ്രതിഫലം കൊതിക്കണം, അല്ലെ? നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല. ഓരോ അക്ഷരത്തിനും 10 ഇരട്ടി പ്രതിഫലമൊക്കെ ഉണ്ട്. നമ്മുടെ സുഹൃത്തിൽ ഇഖ്ലാസും അങ്ങനെ ഓരോ സുഹൃത്തുക്കളും വെറുതെ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് കുറച്ചനെ ഇതിന് എത്ര അക്ഷരങ്ങളുണ്ട്, ഞാൻ അത് പഠിക്കുകയും ഇത് പാരായണം ചെയ്യുകയും ചെയ്യുമ്പോൾ ഇതിന്റെ പ്രതിഫലം എനിക്ക് ലഭിക്കുമല്ലോ എന്ന ബോധ്യം ഉണ്ടാകണം. മൂന്നാമത്തത് വുളൂവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു നമ്മൾ പറഞ്ഞത്. നാലാമത്തെ പല്ല് തേക്കുന്നത്, അത് പ്രിയപ്പെട്ടവരെ സുന്നത്താണ്, അല്ലെ? നിന്റെ വായ്ക്ക് ശുദ്ധീകരണവുമാണ്, റബ്ബിന്റെ പക്കൽ നിന്നുള്ള തൃപ്തി കരസ്ഥമാക്കാൻ ഉപകരിക്കുന്നതുമാണ്. മറ്റൊന്ന് തദബ്ബുറോട് കൂടിയിട്ട് പാരായണം ചെയ്യണം. മറ്റൊന്ന് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകൻ, ഇത് ബർക്കത്താണ്. ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ ബർക്കത്ത് ലഭിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ പണ്ഡിതന്മാരെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ തദബ്ബുറിന്റെ വിഷയത്തിൽ നമ്മൾ നല്ലോണം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു പിന്നീട് പറഞ്ഞത്, അല്ലെ? ഖുർആൻ എന്ത് ചെയ്യണം? കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കും, കേവലം കേൾക്കലല്ല. പ്രത്യേകിച്ച് സഹോദരിമാരൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇടുകയാണെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ പോലെയുള്ള സംവിധാനങ്ങൾക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് കേൾക്കണം, മറ്റുള്ളത് കേൾക്കണ പോലെയല്ല. അതുപോലെ തന്നെ മിണ്ടാതിരിക്കണം. പിന്നെ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചത്? ഉറക്കവും മടുപ്പും വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? ഖുർആൻ ഓതാൻ പാടില്ല എന്നുള്ളതാണ്. ആ ഉറക്കവും മടുപ്പും ഇല്ലാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ മുസ്ഹഫ് ഉപയോഗിച്ച് തന്നെ ഖുർആൻ ഓതാൻ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് എന്റെ ഓർമ്മയില്. മുസ്ഹഫ് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം എന്നുള്ളതാണ്. അതിന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഇങ്ങനെ മുസ്ഹഫ് തുറന്നിട്ട് ഓതുന്ന സമയത്താണ് എന്ത് ചെയ്തത്? കൊല്ലപ്പെട്ടത്. ആയത്തിന്റെ ഓർമ്മയിലില്ല. ഇന്നൊരു ആയത്തിലേക്ക് എന്ന ആയത്താണ്, തുടക്കം ഓർമ്മയിൽ വരുന്നില്ല. ആ ആയത്തിലേക്ക് രക്തം ചിന്തിന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ തുറന്നു വെച്ചിട്ട് മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാര് പറയാം, ഞങ്ങൾ ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഓതിയ ആ ഖുർആനിൽ ആ മുസ്ഹഫിൽ ആയത്ത് ചിന്തിയത് ഞങ്ങൾ കണ്ടിരുന്നു എന്നൊക്കെ ചരിത്രത്തിലെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ മുസ്ഹഫിൽ നിന്ന് ഓതൽ കാരണമാണ്. നമുക്ക് മൊബൈലിൽ ഓതണ്ട എന്നല്ല, ഒരു പള്ളിയിൽ ഖുർആൻ ഉണ്ടെങ്കിൽ മുസ്ഹഫ് ഉണ്ടെങ്കിൽ അത് എടുത്തു ഓതുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ട? മൊബൈൽ തുറന്നു വെച്ച് ഓതാൻ പോണ്ട. നമ്മൾ വണ്ടിയിലാണ്,
അതല്ലെങ്കിൽ ട്രെയിനിലാണ്, മറ്റെവിടെയെങ്കിലും ആണ്, നമുക്ക് മുസ്ഹഫ് അവൈലബിൾ അല്ല, ഓതുന്നോണ്ടുള്ള അതിന്റെ ഹുക്കുമൊന്നല്ല എന്ത് ചെയ്തത് പറഞ്ഞത്. മറ്റൊന്ന് ഇസ്തിആദത്ത് ചൊല്ലണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇസ്തിആദത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിക്കാം. പിന്നെ ഖുർആൻ ഓതാൻ പ്രയാസമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രയാസപ്പെട്ടിട്ടാണെങ്കിൽ അത് പഠിക്കാനും അത് ഓതാനും ശ്രമിക്കണമെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിച്ചത്. ഖുർആനിനെ അവഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉൾപ്പെടാൻ പാടില്ല. ഖുർആൻ പരമാവധി പഠിക്കാൻ തീരുമാനങ്ങൾ എടുക്കുക. ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കുക, അല്ലെ? ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഞാൻ മൊത്തത്തിൽ പറഞ്ഞത് ഇവിടെയുള്ള ഗ്രൂപ്പ്, നമ്മുടെ കുടുംബത്തിനൊരു ഗ്രൂപ്പ് വേണം. ആ കുടുംബത്തിലെ ഗ്രൂപ്പ് എന്റെ ഓർമ്മയില് നമ്മളെ ഒരു പണ്ഡിതൻ, നമ്മുടെ സംഘടനയുടെ പ്രധാന സ്ഥാനം നിൽക്കുന്ന, പേരൊന്നും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അദ്ദേഹത്തിന്റെ ഒരു നിലപാടാണ് എന്നുള്ളതാണ്. എന്ത് ചെയ്യും, പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പില് ഇന്ന് ഖുർആൻ ഓതിയവരെ കണക്കെടുക്കും. ഖുർആൻ ഓതിയവരെ ഒന്നുമില്ല, എല്ലാവരും അപ്ഡേറ്റ് ചെയ്യും. നമ്മൾ പുളിയാട്ടുകുളം ഷാഹക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിക്കോളി, ഖുർആൻ ഓതിയവരിടട്ടെ. അത് റിയായിന്റെ ഭാഗത്തല്ല, അതൊരു മോട്ടിവേഷനാണ്, അല്ലെ? എല്ലാവരും ഒരു ഓതാനുള്ള ഒരു താല്പര്യം വേണ്ട. ഭാര്യയും ഭർത്താവിനും തീരുമാനം എടുത്തൂടെ? ഭാര്യയും ഭർത്താവും ഭാര്യട്ടോ. ഇന്ന് ഞാൻ സൂറത്തുൽ ബഖറയുടെ 1 മുതൽ 50 വരെയുള്ള ആയത്ത് ഓതി, ഭർത്താവും ഇടാണ് 1 മുതൽ 50 വരെയുള്ള ആ ഗ്രൂപ്പ്. ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമാകും അത്. അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് എന്ത് ചെയ്യാൻ പോവുക. കുടുംബത്തിലൊരു ഖുർആൻ ക്ലാസ് നടക്കണം. ഞാൻ എന്നും പറയാനുള്ള, കുടുംബത്തിലൊരു ഖുർആൻ ക്ലാസ് ഇവിടെ കുടുംബത്തോടൊപ്പം വരണം. ഒരു ദിവസം ഒരു അമാനി മൗലവി റഹ്മത്തുള്ളാഹിയുടെ തഫ്സീറെങ്കിലും എടുത്ത് ഒരായത്തെങ്കിലും അതിന്റെ വിശദീകരണമൊക്കെ ഒന്ന് പഠിക്കുന്നവരും. ഇനി അതല്ല, ഇവിടെ എടുത്തത് തന്നെ എന്ത് ചെയ്യാ, ഉമ്മയും വാപ്പയും പേരക്കുട്ടിയും എല്ലാവരും ഇരുന്നിട്ട്, കുറച്ച് കൂടുതൽ അറിയുന്ന ഒരാൾ ഇരുന്നിട്ട് എന്ത് ചെയ്യാ, എടുത്ത ക്ലാസ് ഒന്ന് പ്രത്യേകം ഒന്ന് ക്ലാസ് എടുത്തിട്ട് എന്ത് രസമാവും പ്രിയപ്പെട്ടവരെ. എത്ര ബർക്കത്താക്കപ്പെട്ട വീടായിരിക്കും അതൊക്കെ. പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവൂല. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് പറഞ്ഞത്. സൂറത്തുൽ ബഖറ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ എന്ത് ചെയ്യാം, അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ ഇതിൽ പങ്കാളിയാകുന്നതോടൊപ്പം തന്നെ നമുക്ക് ഒരാളെങ്കിലും പ്രിയപ്പെട്ടവരെ എത്തിക്കാൻ കഴിഞ്ഞാൽ, അല്ലെ? ആ വ്യക്തി ഖുർആൻ പഠിച്ചാൽ, ആ വ്യക്തി അമലാക്കിയാൽ എത്ര പ്രതിഫലമാണ്. മക്കൾ ഖുർആൻ പഠിച്ചാൽ പോലും മാതാപിതാക്കൾക്ക് എന്തുണ്ട്, പ്രതിഫലമുണ്ട്. ചെറിയ പ്രതിഫലമല്ലല്ലോ, ചെറിയ പ്രതിഫലമല്ല. താജമ്മിന്നൂറ്, പ്രകാശത്തിന്റെ കിരീടം ധരിപ്പിക്കുമെന്ന, ഉടയാടുകൾ ധരിപ്പിക്കുമെന്ന. എന്തിനാ പഠിച്ചോളെ എന്ന് ചോദിക്കുമ്പോ ഖുർആന, എന്റെ സന്താനം ഖുർആൻ പഠിച്ചത് കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണത്തിൽ ഒരാള് ഖുർആനിന്റെ പഠിതാവായാൽ അവൻ പാരായണം ചെയ്യുന്നതിന്റെ പ്രതിഫലത്തിന്റെ ഓഹരി നമുക്കും കിട്ടൂലേ. അവിടെ പരിശ്രമിക്കുക. നമ്മൾ ഇങ്ങോട്ട് വരാതെ നമ്മുടെ ഭാര്യയെ, അല്ലെ, നമ്മുടെ ചെറിയ മക്കളെ, യുവാക്കളെ എല്ലാവരെയും കൊണ്ടുവന്ന് ആ ഒരു ക്ലാസിന്റെ സാന്നിധ്യമാക്കിയിട്ട് ആ കുടുംബം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറ, ഒട്ടനവധി നിയമസംഹിതകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ബഖറ എന്നുള്ളത്. മദീനയിലാണ് അവതരിച്ചത്. മദീനയിൽ അവതരിച്ചത് വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് റഹ്മാനായ റബ്ബിന്റെ ഓരോ ആയത്തുകളും. ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൂറത്തുൽ ബഖറയിൽ വരുന്നുണ്ട്. അതിന്റെ കുടുംബം മുഴുവൻ കേൾക്കണം, അല്ലെ? എന്റെ കുട്ടികളും ഭാര്യയും മക്കളും പേരക്കുട്ടികളും മരുമക്കളും ഒക്കെ കേൾക്കണം, അയൽവാസികളൊക്കെ കേൾക്കണം. അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുക. അതിന്റെ ഒരു കൂലിയും കൂടി നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഒരുപക്ഷെ നാളെ നമ്മൾ മരണപ്പെട്ടാൽ ആ വ്യക്തി ഈ ഖുർആൻ ക്ലാസിന്റെ ഭാഗമാവും, അല്ലെ? ഖുർആനിന്റെ വക്താവാവും. നമ്മൾ ഖബറിലേക്ക് എത്തുന്ന ഒരു പ്രതിഫലം കൂടി ആകും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് റഹ്മാനായ റബ്ബ്. നമുക്ക് പഠിക്കാനും പഠിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഇഖ്ലാസോടുകൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, പിശാചിന്റെ ഇടപെടലില്ലാതെ റഹ്മാനായ റബ്ബേ ഈ ഖുർആൻ പഠനം ഏറ്റവും ഭംഗിയായ രൂപത്തിൽ, ഏറ്റവും സുന്ദരമായ രൂപത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്ന രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നാഥ പ്രദാനം ചെയ്യണേ. അല്ലാഹുവേ, നിന്റെ ദീന് പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നല്ല മരണം കൈവരിക്കാനുമുള്ള തൗഫീഖ് നാഥ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ. നാളെ ഖുർആൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ. റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ
വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.